നമസ്തേ. എൻ്റെ 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് എന്നാണ് കരുതുന്നത്. അപ്പം നമുക്ക് പരീക്ഷയാണല്ലേ. അപ്പം സംസ്കൃതം പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് സംസ്കൃതം പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്ന്. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളത് അല്ലേ. ചിലർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഇതിൽ ഏതായിരിക്കും ആൻസർ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നത് എന്നല്ലേ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഗണ്ണികാം പഠിത്വ പ്രശ്നാനാം ഉത്തരാണി ലിഖതു എന്നാണ് അല്ലെ. ഗണ്ണിക എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് വായിച്ചിട്ട് പ്രശ്നാനാം ഉത്തരാണി ലിഖതു, ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനാണ് പറയുന്നത്. അപ്പം പറയാണ്, വായിക്കാം. നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. പ്രസിദ്ധ പര്യവേക്ഷക പ്രസാധക മാധ്യമകാര കേരളീയ ച ഭവതി സന്തോഷ് ജോർജ് കുളങ്ങര. ഒരാളെ കുറിച്ച് പറയാണല്ലേ. പ്രസിദ്ധനായ ഒരു പര്യവേക്ഷകൻ, അതായത് ചുറ്റിക്കറങ്ങുന്ന, അതായത് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന പ്രസാധകനും മാധ്യമകാരനുമായിട്ടുള്ള, മാധ്യമത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുമായിട്ടുള്ള കേരളീയനുമാണ് ആര്? സന്തോഷ് ജോർജ് കുളങ്ങര. അനേകാനി രാഷ്ട്രാണി, ഒരുപാട് രാഷ്ട്രങ്ങളും അനേന സന്ദർശിതാനി ഭവന്തി, ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സഞ്ചാരം ഇത് ദൃശ്യയാത്രാ വിവരണമേശേവ അവതാരയത്. സഞ്ചാരം എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണം ഇദ്ദേഹമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇദ്ദേഹമാണ് അതിന്റെ അവതാരകൻ എന്നാണ് പറയുന്നത്. ഇനിയോ ഇതേതാ സംഖ്യ? 1971 എന്ന വർഷേ ഡിസംബർ മാസത്തിലെ 25 എന്ന തീയതിയിൽ, 25 എന്ന തമേ ദിനെ എന്ന ദിനത്തില് കോട്ടയം ജില്ലയായ, എവിടെയാണ്? കോട്ടയം ജില്ലയുടെ മരങ്ങാട്ടുപിള്ളി ഗ്രാമി അല്ലെ. മരങ്ങാട്ടുപിള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലാണ് അയം ജനിമലകഥ, ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അസ്യ പിതരൗ, ഇദ്ദേഹത്തിന്റെ പിതരൗ, അച്ഛനും അമ്മയും എന്നുള്ള അർത്ഥമാണ് പിതരൗ എന്ന് പറഞ്ഞാല്. ആരൊക്കെയാണ്? വി ജോർജ് കുളങ്ങര, റോസമ്മ ജോർജ് ച ഭവതി. അച്ഛനും അമ്മയുടെയും പേരാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. പിതരോ വി ജെ ജോർജ് കുളങ്ങരയും റോസമ്മ ജോർജുമാണ് അച്ഛനും അമ്മയും. USA ദേശേ സ്ഥിതായാः വെർജിൻ ഗാലക്ട് ഇതി സംസ്ഥായാः ബഹിരാകാശയാത്രാ കാര്യക്രമേ ഭാഗം സ്വീകൃതः പ്രഥമः ഭാരതീയः ഭവതി അയം നിത്യസഞ്ചാരി. എന്താണ് പറയുന്നത്? USA ദേശത്തുള്ള നിലനിൽക്കുന്ന വെർജിൻ ഗാലക്ട് എന്ന് പറയുന്ന ഒരു സംസ്ഥയുണ്ട്, ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ബഹിരാകാശ യാത്രാ കാര്യക്രമത്തിൽ, ബഹിരാകാശ യാത്രയ്ക്കുള്ള ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൽ ഭാഗം സ്വീകൃത, പങ്കെടുത്തിട്ടുള്ള പ്രഥമ ഭാരതീയ, ആദ്യം തന്നെ പങ്കെടുത്തിട്ടുള്ള ഒരു ഭാരതീയനാണ് അയം നിത്യസഞ്ചാരി. ഒരു നിത്യസഞ്ചാരിയായ ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നയാൾ ഈ നിത്യസഞ്ചാരി. നേകാനി യാത്രാ വിവരണാനി അധിയേഷഃ വിരചയത്, ഒരുപാട് യാത്രാ വിവരണങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതാരാണ്? പ്രസിദ്ധനായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയാണ് അല്ലെ. ഇനി ഒന്നാമത്തെ ചോദ്യമാണ്, സന്തോഷ് ജോർജ് കുളങ്ങര മഹോദയസ്യ ദൃശ്യയാത്രാ വിവരണസ്യ നാമ കിം? സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ദൃശ്യയാത്രാ വിവരണത്തിന്റെ പേരെന്താണ് എന്ന്. ഒരു അതായത് നമുക്ക് കാണാൻ ഒരു വീഡിയോ ഉണ്ട് അല്ലെ. ദൃശ്യയാത്രാ വിവരണത്തിന്റെ പേരുണ്ട്. എന്താണ്? ഇതുപോലെ ഒരു വരി നിങ്ങൾക്ക് നിങ്ങളുടെ പാരഗ്രാഫിൽ കാണാം അല്ലെ. എന്താണ്? സഞ്ചാരം ഇത് ദൃശ്യയാത്രാ വിവരണം ഏഷേവ അവതാരയത് അല്ലെ. ദൃശ്യയാത്രാ വിവരണം എന്നൊരു വാക്ക് ഇവിടെ ഉണ്ടല്ലേ. ഇതേ വാക്ക് നിങ്ങൾ ഇവിടെ ഒരു പാരഗ്രാഫിൽ കണ്ടൂല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു വരി നേരെ ആൻസർ ആക്കി എടുത്ത് എഴുതാം. നമ്മൾ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു ഫുൾ സ്റ്റോപ്പ് തുടങ്ങിയിട്ടാണ്. 1 എന്ന് എഴുതുന്നതാണ് നമ്മുടെ സംസ്കൃതത്തിലെ ഫുൾ സ്റ്റോപ്പ് അല്ലേ. അപ്പൊ ആ ഫുൾ സ്റ്റോപ്പ് തുടങ്ങിയിട്ട്, ആ ഫുൾ സ്റ്റോപ്പ് എഴുതാൻ പാടില്ല, ആ ഫുൾ സ്റ്റോപ്പിന്റെ അടുത്തുനിന്ന് തുടങ്ങണം. നമ്മൾ സഞ്ചാരം എന്നുള്ളത് തുടങ്ങിയിട്ട് ഇത് ദൃശ്യയാത്രാ വിവരണം ഏഷേവ അവതാരയത് എന്നുണ്ട് അല്ലെ. സഞ്ചാരം ഇത് ദൃശ്യയാത്രാ വിവരണം വരെ എഴുതിയിട്ട് നിർത്താം അല്ലെ. സഞ്ചാരം ഇതി യാത്രാ വിവരണം, അദ്ദേഹത്തിന്റെ ദൃശ്യ യാത്രാ വിവരണത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് സന്തോഷ് ജോർജ് കുളങ്ങര മഹോദയസ്യ
ദൃശ്യയാത്രാ വിവരണസ്യ നാമ എന്ന് എഴുതിയിട്ട് സഞ്ചാരം അങ്ങനെ എഴുതിയാൽ മതി. നമ്മൾ എങ്ങനെയാ ആൻസർ കണ്ടുപിടിക്കുന്നത്? ആ ഒരു വരി ഇവിടെ ഉണ്ടോ നോക്കുക അല്ലെ, ആ വരിയിൽ മിസ്സായിട്ടുള്ള വാക്കായിരിക്കും അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതാണ് ഒന്നാമത്തതിന്റെ ഉത്തരം അല്ലെ. സഞ്ചാരം ഇത് ദൃശ്യയാത്രാ വിവരണം ഒരു വീഡിയോ ആണ് അല്ലെ. സഞ്ചാരം എന്ന പേരുള്ള ഒരു പരിപാടിയാണ് അല്ലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അസ്യ പിതരൗ കോ അല്ലെ, ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ആര്? പിതരൗ എന്ന് പറഞ്ഞ അച്ഛനും അമ്മയോ, അങ്ങനെ ഒരു വരി അവിടെ ഉണ്ടല്ലോ, പിതരൗ അല്ലെ, പിതരൗ. അപ്പം അസ്യ പിതരൗ അല്ലെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര മഹോദയസ്യ പിതരൗ എന്ന് നമുക്ക് തുടങ്ങിയിട്ട് എഴുതാം അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വിജയ ജോർജ് കുളങ്ങര റോസമ്മ ജോർജിച്ച ഭവതി. രണ്ടാമത്തതിന്റെ ആൻസർ നമ്മൾ എഴുതിയില്ലേ. അക്കസ്മിൻ വർഷേ ഏഷഃ ജനി മലബദ, ഏതു വർഷത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്? ജനി മലബദ എന്നൊരു വാക്കുണ്ട് അല്ലെ, ആ വരി എവിടെയാണെന്ന് നമ്മൾ നോക്കണം അല്ലെ. ജനി മലബദ എന്ന് പറയുന്നത് അതാ ഇവിടെയാണ് അല്ലെ, ജനി മലബദ. അപ്പൊ നമ്മൾ ഇത് എവിടുന്നാ തുടങ്ങുന്നത്? ഏത് ഫുൾ സ്റ്റോപ്പ് എന്നാ തുടങ്ങുന്നത്? ഇവിടെയാണ് അല്ലെ. അപ്പം നമ്മൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ജനി മലബദ വരെ ഈ മൂന്നാമത്തതിന്റെ ആൻസർ ആണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ, തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. അപ്പൊ നമ്മൾ 1971 വർഷത്തിൽ ഡിസംബർ മാസസ്യ 25 ദിനെ, ഡിസംബർ മാസത്തിൽ 25 തീയതി കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി ഗ്രാമേ, മരങ്ങാട്ടുപള്ളി എന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്നു അല്ലെ. അതാണ് മൂന്നാമത്തതിന്റെ ആൻസർ. ഇനിയോ സന്തോഷ് ജോർജ് കുളങ്ങര അസ്യാഹ സംസ്ഥായാഹ ബഹിരാകാശ കാര്യക്രമേ ഭാഗം കസ്യാഹ സംസ്ഥായാഹ എന്നാണ് അല്ലെ. ഏത് സ്ഥാപനത്തിന്റെ ബഹിരാകാശ കാര്യക്രമത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത്? ഭാഗം അഗ്രഹീത്, ഭാഗമായത്, അതായത് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് ഏത് സംസ്ഥാനത്തിന്റെ ബഹിരാകാശ പ്രോഗ്രാമിലാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ബഹിരാകാശ കാര്യക്രമേ എന്നുള്ളൊരു വരി ഉണ്ടല്ലേ, ആ ഒരു വാക്ക് വരുന്ന വരി എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കണം? ഇവിടെ ഉണ്ടല്ലേ, ബഹിരാകാശ കാര്യക്രമേ എന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ഇവിടുന്നാണ് അല്ലെ, ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അല്ലെ, USA. അപ്പൊ ഇവിടുന്ന് തുടങ്ങണം അല്ലെ. അപ്പൊ നമ്മുടെ നാലാമത്തതിന്റെ ആൻസർ ഇവിടെ തുടങ്ങുന്നു അല്ലെ, 4. USA ദേശീയ സ്ഥിതായാഹ വെർജിൻ ഗാലക്ട് ഇതി സംസ്ഥായാഹ, USA വെർജിൻ ഗാലക്ട് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ബഹിരാകാശ യാത്രാ കാര്യക്രമത്തിൽ പ്രോഗ്രാമിലാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത്. അവിടെ പങ്കെടുത്ത ഒന്നാമത്തെ ഭാരതീയൻ ആരാണ്? നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ആളാണല്ലേ. അപ്പൊ നമുക്ക് ആ ഉത്തരവും കിട്ടി. ഇനിയോ ഗണ്ണികായി ഉചിതം ശീർഷകം നിർദ്ദിശതു, നിന്നോട് പറയാം ഈ ഗണ്ണികയ്ക്ക് ഈ ഒരു പാരഗ്രാഫ്, ഗണ്ണിക എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് അല്ലെ, പേര എന്ന് പറയാം. പാരഗ്രാഫിന് ഉചിതം വളരെ നല്ലതായ, ഉചിതം എന്ന് പറഞ്ഞാൽ നല്ലതായ, നന്നായിട്ടുള്ള ഒരു ശീർഷകം എന്ന് പറഞ്ഞാൽ എന്താണ്? തലക്കെട്ട്. ഓക്കെ, തലക്കെട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു കഥയ്ക്ക് നമുക്കൊരു തലക്കെട്ട് ഉണ്ടാവില്ല, കഥയുടെ ഒരു പേരുണ്ടാവും അല്ലെ, ശീർഷകം അല്ലെ, കഥയ്ക്ക് ഒരു പേരുണ്ടാവും അല്ലെ. അപ്പൊ പാരഗ്രാഫിന് ഒരു പേര് വേണം, ഒരു തലക്കെട്ട് വേണം അല്ലെ. ഇപ്പം ആമയും മുയലും അല്ലെ, പന്തയം വെച്ച ഒരു കഥ ഉണ്ട്, അതിന്റെ തലക്കെട്ട് എന്താണ്? ആമയും മുയലും അല്ലെ. ആമയുടെയും മുയലിന്റെയും പന്തയം, അല്ലെങ്കിൽ ആമയും മുയലും എന്ന കഥയ്ക്ക് പേരുണ്ടാവില്ല. ഇത് പേര്, നമ്മൾ ഈ പാരഗ്രാഫിന് ഒരു പേര് കൊടുക്കണം, തലക്കെട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ തലക്കെട്ട് കൊടുക്കുക എന്ന് നോക്കാം അല്ലെ. അപ്പം ഇതിൽ ആരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് കലാകാരനെ കുറിച്ചിട്ടാണ്? സന്തോഷ് ജോർജ് കുളങ്ങര അല്ലെ. നമുക്ക് അങ്ങനെ എഴുതി കൂടാ, അദ്ദേഹത്തിന്റെ പേര് സന്തോഷ് ജോർജ് കുളങ്ങര, വേണമെങ്കിൽ അങ്ങനെ എഴുതാം അല്ലെ. പിന്നെ വേറെന്ത് എഴുതും? പ്രസാദക മധ്യമകാര സന്തോഷ് ജോർജ് കുളങ്ങര, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എഴുതാം. വേണമെങ്കിൽ നിത്യസഞ്ചാരി കൊടുത്തൂടെ, നിത്യസഞ്ചാരി, നിത്യവും സഞ്ചരിക്കുന്നയാൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തൂടെ അല്ലെ. എങ്ങനെ ഉണ്ടാവും? ഒരു വെറൈറ്റി ആവും അല്ലെ, നിത്യസഞ്ചാരി അല്ലെ, നിത്യസഞ്ചാരി എന്നൊരു ഹെഡിങ് കൊടുക്കുക അല്ലെ. അല്ലെങ്കിൽ നമുക്ക് സന്തോഷ് ജോർജ് കുളങ്ങര കൊടുക്കാം അല്ലെ, സന്തോഷ് ജോർജ് കുളങ്ങര അല്ലെ, കുളങ്ങര എന്ന് കൊടുക്കാം അല്ലെ. ഇങ്ങനെ നമുക്ക് ജോർജ് കുളങ്ങര. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഹെഡിങ് കൊടുക്കാം അല്ലെ. ഒന്നുകിൽ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്തെഴുതാം? നിത്യസഞ്ചാരി എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ, സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് എഴുതാം, അല്ലെങ്കിൽ
നിത്യസഞ്ചാരി എന്നിങ്ങനെ നമുക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കാം അല്ലെ. തലക്കെട്ടായിട്ട് ശീർഷകം എന്ന് പറഞ്ഞാൽ എന്താണ്? തലക്കെട്ട് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വന്നാൽ നമ്മൾ ഇങ്ങനെ എഴുതണം. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. ആ വാക്കുകൾ വരുന്ന വരി എവിടെ എന്ന് ആദ്യം തപ്പിയെടുക്കണം. ആ വരി കണ്ടു കഴിഞ്ഞാൽ ആ വരി അതേപോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അല്ലെ. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, ആ വരി ആയിരിക്കില്ല ആൻസർ അല്ലെ. അപ്പൊ നമ്മൾ ഏതോ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ടാവും. വിട്ടുപോയ വാക്ക് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും അല്ലെ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് വരുന്ന വരികൾ ഏതാണ് എന്നാണ് അല്ലെ. അപ്പം ഈ ഒരു പാരഗ്രാഫ് തന്നാൽ ക്വസ്റ്റ്യൻ എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പം നിങ്ങൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് എന്നുള്ളത് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് വേണം പോവാൻ. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പരീക്ഷയെല്ലാം എളുപ്പമാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ധന്യവാദ.